students, we will discuss degree പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു ടോപ്പിക്കാണ്. അതായത് ഡിഗ്രി 6th സെമസ്റ്റർ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ള റെസിഡ്യൂ എന്താണ്, കോഷി റെസിഡ്യൂ തിയറം. അതായത് കോംപ്ലക്സ് അനാലിസിസിലെ രണ്ട് ടോപ്പിക്കുകളാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ വരെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ റെസിഡ്യൂ എന്താണെന്ന് നോക്കാം. എഫ് ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ എൻ ഈസ് ഈക്വൽ ടു 0 to infinity a n into z minus z naught the whole raised to n plus b1 divided by z minus z naught plus b2 divided by z minus z naught the whole square plus etc plus bn ഇതിൻ്റെ കൂടെ ഉള്ളതാണ് bn divided by z minus z naught the whole raised to n plus etc. അതായത് എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആണ്. ഇത് ഞാൻ സിംഗുലാർ പോയിന്റ് എന്താണ്, ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റ് എന്താണ്, അതുപോലെ തന്നെ റിമൂവബിൾ സിംഗുലാർ പോയിന്റ് എന്താണ്, എസെൻഷ്യൽ സിംഗുലാർ പോയിന്റ് എന്താണ്, പോൾ എന്താണെന്നൊക്കെ നമ്മുടെ ഫസ്റ്റ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അത് കണ്ടതിന് ശേഷമേ ഇത് കാണാവൂ, ഇല്ലേ മനസ്സിലാവില്ല. അപ്പോൾ പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഫംഗ്ഷൻ എടുത്തു, ആ ഫംഗ്ഷൻ്റെ ലോറൻസ് സീരീസ് റെപ്രസെൻറ്റേഷൻ എന്താണെന്നും അവിടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ലോറൻസ് സീരീസ് റെപ്രസെൻറ്റേഷൻ നമ്മൾ എഴുതി. അങ്ങനെ എഴുതിയാൽ ദ കോംപ്ലക്സ് നമ്പർ b1 വിച്ച് ഈസ് ദ കോഎഫിഷ്യന്റ് ഓഫ് 1/z മൈനസ് z നോട്ട് ഈസ് കോൾഡ് റെസിഡ്യൂ ഓഫ് എഫ് അറ്റ് z നോട്ട്. അതായത് എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ റെസിഡ്യൂ എന്ന് പറയുന്നത് ഈ ലോറൻസ് സീരീസ് എഴുതി കഴിയുമ്പോൾ ഈ വരുന്ന ടേം കണ്ടോ, ഈ ടേം 1/z മൈനസ് z നോട്ടിൻ്റെ കൂടെ കിടക്കുന്ന ആ കോഎഫിഷ്യന്റ് b1നെ വിളിക്കുന്ന പേരാണ് റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് ഇസഡ്. അതായത് എഫ് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ ഇസഡ് നോട്ട് എന്ന് പറഞ്ഞ സിംഗുലാർ പോയിന്റിലുള്ള റെസിഡ്യൂ ആണ് ആ b1. അതിൻ്റെ ലോറൻസ് സീരീസ് എഴുതി വരുമ്പോൾ 1/z മൈനസ് z നോട്ട് എന്ന് പറഞ്ഞ ടേമിൻ്റെ കോയിഫിഷ്യൻ്റ് ആയിട്ട് വരുന്ന b1 ആണ് റെസിഡ്യൂ. ഇത്രയും പറഞ്ഞ ക്ലിയർ ആണോ? ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. റെസിഡ്യൂ എന്താണെന്ന് നിങ്ങളൊന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. അതായത് എഫ് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്, ആ ഫംഗ്ഷൻ്റെ ലോറൻസ് സീരീസ് റെപ്രസെൻറ്റേഷൻ എഴുതി. ഇസഡ് നോട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സിംഗുലാർ പോയിന്റ് ആണ്. ഈ സിംഗുലാർ പോയിന്റ് എന്താണെന്ന് മനസ്സിലാക്കാതെ വരരുത്. അപ്പം സിംഗുലാർ പോയിന്റ് ആണ്, അതിൻ്റെ ലോറൻസ് സീരീസ് റെപ്രസെൻറ്റേഷനിൽ 1/z മൈനസ് z നോട്ടിൻ്റെ കോയിഫിഷ്യൻ്റ് ആയിട്ട് വരുന്ന b1, ആ b1നെ വിളിക്കുന്ന പേരാണ് റെസിഡ്യൂ ഓഫ് എഫ് അറ്റ് z നോട്ട്. നെക്സ്റ്റ്, ഈ റെസിഡ്യൂവുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു തിയറമാണ് കോഷി റെസിഡ്യൂ തിയറം. ഇത് ചിലപ്പോൾ സ്റ്റേറ്റ് ചെയ്യാൻ ചോദിക്കും, ഈ സ്റ്റേറ്റ്മെൻറ്റ് എഴുതാൻ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ. അപ്പം ലെറ്റ് സി ബി എ പോസിറ്റീവ്ലി ഓറിയൻറ്റഡ് സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ. If a function f is analytic inside and on C except for finite number of singular point z1, z2, etc. zn, then integral over C f of z is equal to 2 pi I summation I is equal to 1 to n z is equal to z naught f of z. അപ്പോൾ നിങ്ങൾക്ക് ഈ എഴുതിയിരിക്കുന്ന താഴെ എഴുതിയിരിക്കുന്ന കാണാൻ വൈകി ഞാൻ മേലോട്ട് എഴുതി തരാം. അതായത് ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് f of z dz is equal to 2 pi I summation residue z is equal to z naught f of z. ക്ലിയർ ആവുന്നുണ്ടേ? അപ്പം ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കോഷി റെസിഡ്യൂ തിയറം എന്ന് പറയുന്നത് സി എന്ന് പറയുന്ന ഒരു പോസിറ്റീവ്ലി ഓറിയൻറ്റഡ് സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ മീൻസ് ഒരു കർവ് ഉണ്ട്. ഇഫ് എ ഫംഗ്ഷൻ എഫ് ഈസ് അനലിറ്റിക് ഇൻസൈഡ് ആൻഡ് ഓൺ സി, ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട് എഫ് എന്ന് പറഞ്ഞ എഫ് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ ഉണ്ട്. ആ തന്നിരിക്കുന്നത് ഈ സി എന്ന് പറഞ്ഞ പോസിറ്റീവ്ലി ഓറിയൻറ്റഡ് കോണ്ടൂറിൻ്റെ ഇൻസൈഡിലും അതുപോലെ തന്നെ ആ സിയിലും എന്താണ്, അനലിറ്റിക് ആണ്, എക്സെപ്റ്റ് ഫോർ ഫൈനൈറ്റ് നമ്പർ ഓഫ് സിംഗുലാർ പോയിന്റ്, ചില സിംഗുലാർ പോയിന്റിൽ ഒഴികെ. ഏതൊക്കെയാണ്? z1, z2, etc. zn. അങ്ങനെയാണെങ്കിൽ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത്, നിങ്ങൾ ഈ ഇക്വേഷൻ കറക്റ്റ് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് എന്ന് പറയുന്നത് 2 pi I ഇൻറ്റു സമ്മേഷൻ റെസിഡ്യൂ ഇസഡ് ഈസ് ഈക്വൽ ടു ഇസഡ് നോട്ട് എഫ് ഓഫ് ഇസഡ്. ഇപ്പോൾ എന്താണ് ഇതെന്ന് പറഞ്ഞത് നിങ്ങൾക്ക് നല്ലതായി മനസ്സിലാക്കാനില്ല, അതെനിക്കറിയാം. കാരണം നമ്മൾ ഈ തിയറം പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവില്ല. പക്ഷേ ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ക്വസ്റ്റ്യൻ തരികയാണ്, ഇൻ്റഗ്രൽ ഓവർ സി ഇസഡ് സൈൻ 1/z dz, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നു. എന്നിട്ട് ഈ സി എന്ന് പറയുന്നത് എന്താണ്, ഒരു കോണ്ടൂറാണ്, പോസിറ്റീവ്ലി ഓറിയൻറ്റഡ് സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂറാണ്. അപ്പോൾ സി എന്ന് പറയുന്നത് ഇവർ തരികയാണ് മോഡ് z ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ ഒരു സർക്കിളാന്ന് പറഞ്ഞ് തന്നിരിക്കുക. അപ്പോൾ ഇതിൻ്റെ വാല്യൂ, ഈ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ നിങ്ങളോട് ചോദിച്ചാൽ എന്ത് ചെയ്യണം? ഈ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? കോഷി റെസിഡ്യൂ തിയറം അനുസരിച്ച് ഈ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. അതായത് 2 pi I ഇൻറ്റു സമ്മേഷൻ റെസിഡ്യൂ z ഈസ് ഈക്വൽ ടു z നോട്ട് എഫ് ഓഫ് z കണ്ടുപിടിച്ചാൽ ഇതിൻ്റെ വാല്യൂ ആയി. ഓക്കെ ആണോ? അപ്പോൾ ഇത് കണ്ടുപിടിക്കണമെന്നുണ്ട്, റെസിഡ്യൂ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് പഠിക്കണം. റെസിഡ്യൂ z ഈസ് ഈക്വൽ ടു z നോട്ട് എഫ് ഓഫ് z കണ്ടുപിടിക്കാൻ പഠിക്കണം. അപ്പോൾ റെസിഡ്യൂ എന്താണെന്ന് ഞാൻ പറഞ്ഞു തന്നു.
ലോറൻസ് സീരീസ് എഴുതിയാൽ 1/z മൈനസ് z നോട്ടിൻ്റെ കോയിഫിഷ്യൻ്റ് ആയിട്ട് വരുന്നതാണ് റെസിഡ്യൂ. അപ്പോൾ റെസിഡ്യൂ കണ്ടുപിടിക്കാൻ പഠിക്കണം. ക്ലിയർ ആവുന്നുണ്ട്? ആ റെസിഡ്യൂ കണ്ടുപിടിച്ചാലേ നമുക്ക് ഈ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കാൻ പറ്റൂ. അപ്പോൾ ഈ റെസിഡ്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? 3-4 എളുപ്പ വഴികൾ ഞാൻ പറഞ്ഞുതരാം. 3 രീതിയിൽ നമ്മൾ റെസിഡ്യൂ കണ്ടുപിടിക്കുന്നത് പറയും. അതിൽ ഒരെണ്ണം വളരെ എളുപ്പമായിട്ടുള്ള വഴിയാണ്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ശ്രദ്ധിച്ചാണ്, ഇത്രയും കാര്യം ക്ലിയർ അല്ലേ? അതായത് എന്താണ് റെസിഡ്യൂ എന്ന് പറഞ്ഞു തന്നു, അതിനുശേഷം കോഷി റെസിഡ്യൂ തിയറം പറഞ്ഞു തന്നു, ഇൻ്റഗ്രൽ എങ്ങനെ കണ്ടുപിടിക്കാം. ആ കോഷി റെസിഡ്യൂ തിയറം അനുസരിച്ചാണ് ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് എന്ന് പറയുന്നത് 2πi ഇൻറ്റു സമ്മേഷൻ റെസിഡ്യൂ ഇസഡ് ഈസിക്കൽ ഡി ഇസഡ് നോട്ട് എഫ് ഓഫ് ഇസഡ് ആണ്. ഇത്ര ഓക്കെ അല്ലേ? അപ്പോൾ ഇതിനകത്ത് നിങ്ങളോട് പറയാനുള്ളത് വെച്ചാൽ ഈ റെസിഡ്യൂ കണ്ടുപിടിക്കുന്നതാണ് പാട്. റെസിഡ്യൂ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇത് 2πi കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ കിട്ടും. സിമ്പിളായിട്ടുള്ള കാര്യമാണ്. എസ്സേ ടൈപ്പായിട്ട് കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് കിടക്കുന്നതിന് മുമ്പേ റെസിഡ്യൂ എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ റെസിഡ്യൂ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. ഫസ്റ്റ് മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, ഞാൻ റെസിഡ്യൂ എന്താന്ന് പറഞ്ഞ ഡെഫിനിഷൻ ഉപയോഗിച്ച് തന്നെ. അപ്പോൾ ഫസ്റ്റ് മെത്തേഡ് റെസിഡ്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? എക്സ്പാൻഡ് ലോറൻസ് സീരീസ് ആൻഡ് then find the coefficient of 1/z minus z naught. This coefficient is the residue of f at singular point. അതായത് വേറൊന്നുമില്ല, ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ്റെ ഇസഡ് നോട്ട് ആണ് സിംഗുലർ പോയിന്റ് എങ്കിൽ ഇസഡ് നോട്ടിലുള്ള, അതായത് ലോറൻസ് സീരീസ് എഴുതുക. ലോറൻസ് സീരീസിൽ 1/z മൈനസ് ഇസഡ് നോട്ടിൻ്റെ കോയിഫിഷ്യൻ്റ് എടുക്കുക. B1 ആയിരിക്കും ആ കോയിഫിഷ്യൻ്റ്. ആ കോയിഫിഷ്യൻറ്റിനെ വിളിക്കുന്ന പേരാണ് റെസിഡ്യൂ. ഓക്കെ ആണോ? ഇതാണ് ചെയ്യേണ്ടത്. പക്ഷേ ഈ മെത്തേഡ് നമുക്ക് എപ്പോഴും അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ചില ക്വസ്റ്റ്യൻസ് ഒക്കെ വലിയ വലിയ ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെ ലോറൻസ് സീരീസ് എഴുതാൻ പറ്റില്ല. പക്ഷേ വളരെ സിമ്പിളായിട്ട് സൈൻ 1/z ചോദിച്ചു, അല്ലെങ്കിൽ കോസ് 1/z ചോദിച്ചു, അല്ലെങ്കിൽ 1/1 + x ചോദിക്കുന്നു, അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാം. അപ്പോൾ അതിന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ ഉണ്ട്, അത് കാണാൻ പഠിച്ചു വെച്ചേക്കണം. കേട്ടല്ലോ? അപ്പം നമുക്ക് കുറച്ച് ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ പറഞ്ഞുതരാം. നിങ്ങൾ ഇത് കാണാൻ പഠിച്ചു വെച്ചേക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സൈൻ ഇസഡ് അല്ലെ സൈൻ എക്സ് ഇതിൻ്റെ ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത് x മൈനസ് x³ ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് x⁵5 ഡിവൈഡഡ് ബൈ 5 ഫാക്ടോറിയൽ മൈനസ് ഓൾട്ടർനേറ്റീവ് ആയിട്ട് മൈനസും പ്ലസും ആണ് x�7 ഡിവൈഡഡ് ബൈ 7 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. അടുത്ത കോസ് നോക്കാം. കോസ് എക്സ് എന്ന് പറയുന്നത് 1 minus x² by 2 factorial plus x⁴ divided by 4 factorial minus x�6 divided by 6 factorial plus etc. അടുത്ത നമുക്ക് e⁻x നോക്കാം. e⁻x വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ നിങ്ങൾക്ക് വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് e⁻1/z എന്ന് പറഞ്ഞു തരാം. e⁻1/z x അല്ല, കോംപ്ലക്സ് വരുമ്പോൾ ഇതെല്ലാം z ആണ്. ഞാൻ x ഇട്ട് നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ e⁻xൻ്റെ സീരീസ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത് 1 + x/1 ഫാക്ടോറിയൽ പ്ലസ് x² 2 ഫാക്ടോറിയൽ പ്ലസ് x³ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. അടുത്തത് നമുക്ക് ആവശ്യമുള്ളത് 1/1 മൈനസ് എക്സ്. എന്താണ്? 1 + x പ്ലസ് x² പ്ലസ് x³ പ്ലസ് എക്സെട്ര. അടുത്ത നമുക്ക് ആവശ്യമുള്ളത് 1 + x 1/1 + x. അതിന് ഓൾട്ടർനേറ്റീവ് പ്ലസും മൈനസും ഇടുക. 1 - x പ്ലസ് x² മൈനസ് x³ പ്ലസ് എക്സെട്ര. ഓക്കെ ആണോ ഇത്രയും? അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന കാര്യം വേറൊന്നുമില്ല,
റെസിഡ്യൂ കണ്ടുപിടിക്കുക. ഞാൻ ഇത്രയും നേരം പറഞ്ഞത് ഫസ്റ്റ് റെസിഡ്യൂ എന്താണ്, അതിനുശേഷം കോഷി റെസിഡ്യൂ തിയറം പറഞ്ഞു. കോഷി റെസിഡ്യൂ തിയറത്തിലെ ഇന്റഗ്രൽ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ റെസിഡ്യൂ കണ്ടുപിടിക്കണം ഫസ്റ്റ്. അതിനുശേഷം 2πi കൊണ്ട് ഗുണിച്ചാലേ നമുക്ക് കോഷി റെസിഡ്യൂ തിയറത്തിലെ ഇന്റഗ്രൽ കണ്ടുപിടിക്കാൻ പറ്റും ആ ക്വസ്റ്റ്യനിൽ. അപ്പോൾ അതിനുവേണ്ടി റെസിഡ്യൂ കണ്ടുപിടിക്കുന്ന മെത്തേഡ്സ് ആണ് പറഞ്ഞത്. ഫസ്റ്റ് മെത്തേഡ് സാധാ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡല്ല, ഇത് ഇച്ചിരി ടഫാണ്. അപ്പോൾ ഈ മെത്തേഡല്ല, നമ്മൾ സെക്കൻഡ് പറയാൻ പോകുന്ന മെത്തേഡാണ് നോർമലായിട്ട് എല്ലാ കേസിലും ഉപയോഗിക്കുന്നത്. അത് അപ്ലൈ ചെയ്യാൻ പറ്റിയില്ലേ തേർഡ് പറയുന്ന കേസ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഇത് ഉപയോഗിക്കുന്നത് ഈ സൈൻ എക്സോ സൈൻ ഇസഡോ അല്ലെങ്കിൽ സൈൻ 1/z e⁻1/z അങ്ങനെയുള്ള ടേമുകൾ വരുമ്പോൾ മാത്രം നമ്മൾ ഈ ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ ഉപയോഗിക്കും. ക്ലിയർ ആവുന്നുണ്ട്? അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു 5 എണ്ണം കുറഞ്ഞ ഇത്രയെങ്കിലും അറിഞ്ഞിരിക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇനിയും പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർ ടാൻ പഠിക്കുക, ഇൻവേഴ്സ് ഫംഗ്ഷൻ്റെ ഒക്കെ പഠിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം, എക്സ്പാൻഡ് ലോറൻസ് സീരീസ് ആൻഡ് ദെൻ ഫൈൻഡ് ദി കോഎഫിഷ്യന്റ് ഓഫ് 1/z - z0. ദിസ് കോഎഫിഷ്യന്റ് ഈസ് ദി റെസിഡ്യൂ ഓഫ് എഫ് അറ്റ് സിംഗുലർ പോയിന്റ് z0. അതായത് ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ എഴുതുക, അതിനുശേഷം അതിലെ 1/z - z0ൻ്റെ കോഎഫിഷ്യന്റ് നോക്കുക. ആ കോഎഫിഷ്യന്റിനെ വിളിക്കുന്ന പേരാണ് റെസിഡ്യൂ. അപ്പോൾ നമുക്കിനി ജനറലായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് സൈൻ എക്സിൻ്റെ അല്ലെ സൈൻ ഇസഡിൻ്റെ എന്ത് സീരീസ് എക്സ്പാൻഷൻ, അതായത് x-x³ / 3 പ്ലസ് x⁵5/5 മൈനസ് x⁷7/7 പ്ലസ് എക്സെട്ര. കോസ് എക്സിൻ്റെ ആകുമ്പോൾ 1 - x² പ്ലസ് x⁴/4 മൈനസ് x�6/6 പ്ലസ് എക്സെട്ര. e⁻x ആകുമ്പം 1 പ്ലസ് x/1 പ്ലസ് x² പ്ലസ് x³ പ്ലസ് എക്സെട്ര. 1/1 - x ആകുമ്പോൾ 1 പ്ലസ് x പ്ലസ് x² പ്ലസ് x³ പ്ലസ് എക്സെട്ര. 1/1 പ്ലസ് x ആകുമ്പോൾ 1 - x പ്ലസ് x² മൈനസ് x³ പ്ലസ് എക്സെട്ര. ഇത് ഇത്രയെങ്കിലും കുറഞ്ഞ പഠിച്ചു വെക്കുക. ഇപ്പോൾ ഈ മെത്തേഡ് നിങ്ങൾ ഈ എക്സ്പാൻഷൻ ഒന്ന് അറിഞ്ഞിരിക്കുക. ഈ മെത്തേഡ് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു ഒന്ന് മനസ്സിൽ ഓർത്ത് വെച്ചേക്കുക. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. നമുക്ക് സെക്കൻഡ് മെത്തേഡാണ് അറിഞ്ഞിരിക്കേണ്ടത്. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡുമാണ്. സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് ഒന്നുമില്ല, റെസിഡ്യൂ z ഈസ് ഈക്വൽ ടു z0 f of z. അതായത് f of z എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്, അതിൻ്റെ റെസിഡ്യൂ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ലിമിറ്റ് z ടെൻസ് ടു z0 z മൈനസ് z0 ഇൻറ്റു f of z കണ്ടുപിടിച്ചാൽ ഈ കിട്ടുന്ന വാല്യൂ ആയിരിക്കും ഇതിൻ്റെ റെസിഡ്യൂ. പറയുന്നത് മനസ്സിലാവുന്നുണ്ടേ? ഇതാണ് സെക്കൻഡ് മെത്തേഡ്. അതായത് റെസിഡ്യൂ z ഈസ് ഈക്വൽ ടു z0 f of z നിങ്ങളുടെ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി, ലിമിറ്റ് കണ്ടുപിടിച്ചാൽ മതി. ലിമിറ്റ് z ടെൻസ് ടു z0 z മൈനസ് z0 ഇൻറ്റു f of z കണ്ടുപിടിച്ചാൽ ആ കിട്ടുന്ന വാല്യൂ ആണ് ഇതിൻ്റെ റെസിഡ്യൂ. എവിടെയുള്ള z0 എന്ന് പറഞ്ഞ സിംഗുലർ പോയിന്റിലുള്ള റെസിഡ്യൂ. ക്ലിയർ ആണ്? ഇത്രയും ചെയ്താൽ മതി. അല്ലാതെ ആ ലോറൻസ് സീരീസ് വാരി എഴുതിയിട്ട് അതിൻ്റെ 1/z - z0ൻ്റെ കോഎഫിഷ്യന്റ് ഒന്നും കണ്ടുപിടിക്കേണ്ട. പറയുന്നത് മനസ്സിലാവുന്നുണ്ടേ? ചില കുട്ടികൾ അത് ചെയ്ത് വെറുതെ എല്ലാം തെറ്റിച്ച് കളയും. അപ്പോൾ രണ്ടാമത്തെ മെത്തേഡാണ് എളുപ്പമുള്ള മെത്തേഡ്. ഇനി ഒരു മെത്തേഡ് കൂടെ ഞാൻ പറയാം. ആ ഒരു മെത്തേഡും ചിലപ്പോൾ നമുക്ക് ഈ മെത്തേഡ് അപ്ലൈ ചെയ്യാൻ പറ്റാത്ത കേസുകൾ വരികയാണെങ്കിൽ അത് ഉപയോഗിച്ചാൽ മതി. ക്ലിയർ ആവുന്നുണ്ടേ പറയുന്ന? അപ്പോൾ ഒന്നുമില്ല, ഒരു തിയറമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു തിയറം തന്നെ. എ ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റ് z0 of a function f is a pole of order. പോൾ എന്താണെന്നൊക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അതറിയാത്തവർ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്കിൽ പോയി നേരത്തെ അപ്ലോഡ് ചെയ്ത വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ഇഫ് ആൻഡ് ഓൺലി ഇഫ് f of z can be written in the form f of z is equal to phi of z divided by z minus z0 the whole raised to m, where phi of z0 not equal to 0 and residue z is equal to z0 f of z is equal to phi raised to m minus 1 z0 divided by m minus 1 factorial if m greater than or equal to 2.
residue z is equal to z naught f of z phi of z naught if m is equal to 1. ഈ തിയറം ഒന്നും കാണാൻ നിങ്ങൾ പഠിക്കണ്ട, ഈ തിയറം ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അതായത് ഒരു ഐസൊലേറ്റഡ് സിംഗുലർ പോയിന്റ് ഇസഡ് നോട്ട് എന്ന് പറയുന്ന എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ ഐസൊലേറ്റഡ് സിംഗുലർ പോയിന്റ് ഇസഡ് നോട്ട് എന്ന് പറയുന്നത് പോൾ ആകണമെന്നുണ്ടെങ്കിൽ, പോൾ എന്താണെന്നൊക്കെ ഞാൻ പഠിപ്പിച്ച കാര്യമാണ്, അത് മനസ്സിലാക്കാതെ പറയരുത്. പോൾ ഓഫ് ഓർഡർ എം ആകണമെന്നുണ്ടെങ്കിൽ എഫ് ഓഫ് ഇസഡിനെ എങ്ങനെ എഴുതണം? എഫ് ഓഫ് ഇസഡ് ക്യാൻ ബി റിട്ടൺ ഇൻ ദ ഫോം phi of z ഡിവൈഡഡ് ബൈ z മൈനസ് ഇസഡ് നോട്ട് ദ ഹോൾ റേസ് ടു എം എന്ന രൂപത്തിൽ എഴുതണം. അതുകൂടാതെ ഒരു കണ്ടീഷനോടെ പറയുന്നുണ്ട്, ആ ഇസഡ് നോട്ട് എന്ന് പറയുന്നത്, അതായത് ഇസഡ് നോട്ട് എന്ന് പറഞ്ഞ പോയിന്റ് ഇവിടെ ഇട്ട് കൊടുത്താൽ, ഫൈ ഓഫ് ഇസഡിൽ ഇട്ട് കൊടുത്താൽ ഫൈ ഓഫ് ഇസഡ് നോട്ട് എന്ന് പറയുന്നത് 0 ആവാൻ പാടില്ല. അതുകൂടാതെ അനലിറ്റിക്കും ആയിരിക്കണം. പിന്നെ ഇത്രയും നമുക്ക് ഒന്ന് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. നമുക്ക് ആവശ്യമുള്ള ഈ റെസിഡ്യൂ കണ്ടുപിടിക്കുന്ന കണ്ടീഷനാണ്. ഈ റെസിഡ്യൂ കണ്ടുപിടിക്കുന്ന കണ്ടീഷൻ മാത്രം നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ഈ റെസിഡ്യൂ കണ്ടുപിടിക്കുന്ന കണ്ടീഷൻ മാത്രം നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ മതി. അതാണ് നമുക്ക് ആവശ്യം. അല്ലാതെ നമുക്ക് ഈ പറഞ്ഞ തിയറത്തിൻ്റെ കാര്യങ്ങളൊന്നുമില്ല. ചിലപ്പോൾ ഈ തിയറം പ്രൂവ് ചെയ്യാനൊക്കെ ചോദിക്കും, അത് നിങ്ങൾ ടെക്സ്റ്റിൽ നോക്കി പഠിക്കുക. അതുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. നമുക്ക് കോഷി റെസിഡ്യൂ തിയറത്തിൻ്റെ പ്രോബ്ലംസ് ആണ് മെയിനായിട്ട് ഈ വീഡിയോ ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ആവശ്യമുണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ, കമൻറ്റിൽ പറയുകയാണെങ്കിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ പറഞ്ഞു വന്ന കാര്യം, റെസിഡ്യൂ കണ്ടുപിടിക്കാൻ ഇങ്ങനെ ഇത്രയും കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ റെസിഡ്യൂ ഇസഡ് ഈസിക്കൽ ടു ഇസഡ് നോട്ട് എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് ഫൈ ഓഫ് ഇസഡ് നോട്ട് ആയിരിക്കും. എപ്പോൾ എം എന്ന് പറഞ്ഞാൽ അതെ ഇസഡ് മൈനസ് ഇസഡ് നോട്ട് ദ ഹോൾ റേസ് ടു എം എന്ന് പറഞ്ഞാൽ ആ എം 1 ആകുമ്പോൾ, അല്ലെങ്കിൽ റെസിഡ്യൂ ഇസഡ് ഈസിക്കൽ ടു ഇസഡ് നോട്ട് എഫ് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞാൽ എം 1 അല്ല എം 2 ആണ്, അല്ലെ 3 ആണ്. അങ്ങനെയുള്ള കേസിൽ ഫൈ റേസ് ടു എം മൈനസ് 1, അതായത് ഫൈ ഓഫ് ഇസഡ് എന്ന് പറഞ്ഞ ആ ഫംഗ്ഷൻ്റെ m-1 ഡെറിവേറ്റീവ് എടുക്കുക. അതിനുശേഷം ഇസഡ് നോട്ട് അപ്ലൈ ചെയ്യുക. അതിനുശേഷം ഡിവൈഡഡ് ബൈ m-1 ഫാക്ടോറിയൽ ചെയ്യുക. അതായത് ഫൈ റേസ് ടു m-1 ഇസഡ് നോട്ട് ഡിവൈഡ് ബൈ m-1 ഫാക്ടോറിയൽ. ഇത് നമ്മൾ വല്ലപ്പോഴും ഒക്കെ ഉപയോഗിക്കാറുള്ളൂ. മൂന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമത്തെയാണ് മിക്ക ക്വസ്റ്റ്യനും നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇത് ഏകദേശം മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഒരു ഐസൊലേറ്റഡ് സിംഗുലർ പോയിന്റ് ഇസഡ് നോട്ട് എന്ന് പറഞ്ഞാൽ എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ ഐസൊലേറ്റഡ് സിംഗുലർ പോയിന്റ് ഇസഡ് നോട്ട് പോൾ ആകണമെന്നുണ്ടെങ്കിൽ, ഓർഡർ എം ആയിട്ടുള്ള പോൾ ആകണമെന്നുണ്ടെങ്കിൽ എഫ് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞാൽ ആ ഫംഗ്ഷനെ ഈ രീതിയിൽ എഴുതാൻ പറ്റണം. ഫൈ ഓഫ് ഇസഡ് ഡിവൈഡഡ് ബൈ ഇസഡ് മൈനസ് ഇസഡ് നോട്ട് ദ ഹോൾ റേസ് ടു എം. ഒരു കണ്ടീഷനും ഉണ്ട്, ഫൈ ഓഫ് ഇസഡ് നോട്ട് നോൺ സീറോ ആയിരിക്കണം. ഇത്ര എഴുതാൻ പറ്റിയാൽ എന്ത് പറയാം? ആ ഇസഡ് നോട്ട് എന്ന് പറയുന്നത് പോളാന്ന് പറയാം. ഇനി അതല്ല നമ്മുടെ ആവശ്യം, നമുക്കാവശ്യം റെസിഡ്യൂ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഇത്ര ഓക്കെ ആണെങ്കിൽ റെസിഡ്യൂ എന്ന് പറയുന്ന ഇത്രയും രീതിയിൽ എഴുതാനൊക്കെ പറ്റിയാൽ റെസിഡ്യൂ എന്ന് പറയുന്നത് ആ എമ്മിൻ്റെ സ്ഥാനത്ത് 1 ആണെങ്കിൽ റെസിഡ്യൂ ഇസഡ് ഈസിക്കൽ ടു ഇസഡ് നോട്ട് എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് ഫൈ ഓഫ് ഇസഡ് നോട്ട് ആണ്. അല്ല എം അല്ല, അവിടെ 2 or 3 എങ്ങാണോ ആണെങ്കിൽ റെസിഡ്യൂ എന്ന് പറയുന്നത് ഫൈ റേസ് ടു m-1 ഇസഡ് നോട്ട് ഡിവൈഡ് ബൈ m-1 ഫാക്ടോറിയൽ ആണ്. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. അതായത് ഞാൻ ഇതുവരെ ഡിസ്കസ് ചെയ്തതെന്ന് വെച്ചാൽ എന്താണ് റെസിഡ്യൂ, അതിനുശേഷം കോഷി റെസിഡ്യൂ തിയറം. ആ കോഷി റെസിഡ്യൂ തിയറത്തിൽ പറയുന്ന ഇൻ്റഗ്രൽ സി അല്ലെ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് എന്ന് പറയുന്നത് 2πi ഇൻറ്റു സമ്മേഷൻ റെസിഡ്യൂ ഇസഡ് ഈസിക്കൽ ടു ഇസഡ് നോട്ട് എഫ് ഓഫ് ഇസഡ് ആണ്. അപ്പോൾ അതിനകത്ത് ആ റെസിഡ്യൂ കണ്ടുപിടിക്കണം. ഏത് രീതിയിലൊക്കെ റെസിഡ്യൂ കണ്ടുപിടിക്കാം? ഫസ്റ്റ് പറഞ്ഞു ലോറൻസ് സീരീസ് എഴുതുക. ലോറൻസ് സീരീസ് എഴുതിയതിനു ശേഷം 1/z മൈനസ് ഇസഡ് നോട്ടിൻ്റെ കോയിഫിഷ്യൻ്റ് ഏതാണോ അതിനെ നമുക്ക് റെസിഡ്യൂ എന്ന് പറയാം. അതുകൊണ്ട് കുറച്ച് ടേമിൻ്റെ സീരീസ് എക്സ്പാൻഷൻ അല്ലെ ലോറൻസ് സീരീസ് ഞാൻ പറഞ്ഞു തന്നു. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ലിമിറ്റ് വെച്ച് കണ്ടുപിടിക്കാം. അതായത് റെസിഡ്യൂ ഇസഡ് ഈസിക്കൽ ടു ഇസഡ് നോട്ട് എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് ലിമിറ്റ് ഇസഡ് ടെൻസ് ടു ഇസഡ് നോട്ട് ഇസഡ് മൈനസ് ഇസഡ് നോട്ട് ഇൻറ്റു എഫ് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞു. ഇനി അതിനുശേഷം മൂന്നാമത് പറയുന്നത് ആൻ ഐസൊലേറ്റഡ് സിംഗുലർ പോയിന്റ് ഇസഡ് നോട്ട് ഓഫ് എ ഫംഗ്ഷൻ എഫ് എന്ന് പറയുന്നത് പോൾ ഓഫ് ഓർഡർ എം ആണെങ്കിൽ ആ എഫ് ഓഫ് ഇസഡ് ആ ഓർഡർ എം ആകണമെന്നുണ്ടെങ്കിൽ എഫ് ഓഫ് ഇസഡിനെ ഇങ്ങനെ എഴുതണം. അതുകൂടാതെ ഫൈ ഓഫ് ഇസഡ് നോട്ട് 0 ആവാൻ പാടില്ല, അതായത് നോൺ സീറോ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ റെസിഡ്യൂ ഇങ്ങനെ കണ്ടുപിടിക്കാം. ഈ 3 കണ്ടീഷൻ ഈ 3 രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാം. ഇതെല്ലാം ഒരു ടൈപ്പ് കൂടെ ഉണ്ട്, അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൽ ഇത്രയും തന്നെ നമുക്ക് ധാരാളം. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാം. ഈ ഭാഗത്ത് നിന്ന് 4 മാർക്ക് 2 മാർക്ക് 15 മാർക്ക് ഈ ടൈപ്പിലെല്ലാം ക്വസ്റ്റ്യൻ ചോദിക്കും. റെസിഡ്യൂ എന്താണ്, റെസിഡ്യൂ കണ്ടുപിടിക്കാൻ ചോദിക്കും, ഇൻ്റഗ്രൽ കണ്ടുപിടിക്കാൻ ചോദിക്കും. ഷുവർ ക്വസ്റ്റ്യനാണ്. നിങ്ങളിത് പഠിക്കാതെ എക്സാമിന് പോകാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് integral over c 5z minus 2 divided by
z into z minus 1 dz, sorry, dz, where c is the circle, mod z is equal to 2. അതായത് mod z is equal to 2 വരുന്ന ഒരു സർക്കിളാണ് ഇതിൻ്റെ സി, ക്ലോസ്ഡ് കോണ്ടൂർ എന്ന് പറയുന്നത്. അപ്പോൾ വെറുതെ ആ സർക്കിൾ ഒന്ന് വരച്ചു നോക്കാം. നിങ്ങൾ ആലോചിക്കണം, ഈ mod z is equal to 2 എന്ന് പറയുന്നത് mod z minus 0 is equal to 2 എന്നൊരു അർത്ഥത്തിൽ എടുത്താൽ mod z minus z naught is equal to 2 എന്ന രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു സർക്കിൾ കിട്ടും. 0 സെൻറ്ററും റേഡിയസ് 2 1 2 ആയിട്ടുള്ള, അതായത് മോഡ് z ഈസ് ഈക്വൽ ടു 2 എന്ന് പറയുന്നതന്നല്ലേ മോഡ് z മൈനസ് 0 ഈസ് ഈക്വൽ ടു 2 എന്ന് പറയുന്നത്. ഇത് രണ്ടും ഒന്ന് തന്നെയല്ലേ. അപ്പോൾ 2 റേഡിയസ് ഉള്ള ഒരു സർക്കിൾ കിട്ടും. ആ സർക്കിളാണ് ഞാനിങ്ങനെ വരച്ച്. ഓക്കെ ആണോ? അപ്പോൾ നോക്കിയേ, ഇനി നമുക്ക് നമ്മുടെ ഫംഗ്ഷൻ അകത്തോട്ട് വരാം. എഫ് ഓഫ് z ഈസ് ഈക്വൽ ടു 5z മൈനസ് 2 ഡിവൈഡഡ് ബൈ z ഇൻറ്റു z മൈനസ് 1. ഇതിൻ്റെ സിംഗുലർ പോയിൻ്റ് അല്ലെ ഐസൊലേറ്റഡ് സിംഗുലർ പോയിൻറ്റ്സ് എന്ന് പറയുന്നത് ഐസൊലേറ്റഡ് സിംഗുലർ പോയിന്റ് z is equal to 0 and z is equal to 1. അതാണ്. അതെങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ ആ താഴത്തെ ഡിനോമിനേറ്ററിനെ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്താൽ z ഇൻറ്റു z മൈനസ് 1 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ z എന്തായിട്ട് കിട്ടി? 0. അല്ലെ z മൈനസ് 1 0 ആണ്, വിച്ച് ഇംപ്ലൈസ് z ഈസ് ഈക്വൽ ടു 1. അതായത് ഈ ഫംഗ്ഷൻ സിംഗുലർ പോയിന്റ് എന്താണെന്ന് പറഞ്ഞാണ് അത് വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ സിംഗുലർ പോയിന്റ് എന്ന് പറയുന്നത് 5z മൈനസ് 2 ഡിവൈഡ് ബൈ z ഇൻറ്റു z മൈനസ് 1 എന്ന പറഞ്ഞ ഫംഗ്ഷൻ അനലറ്റിക് അല്ലാത്ത പോയിന്റ്സ്, അതായത് z ഈസ് ഈക്വൽ ടു 0യോ z ഈസ് ഈക്വൽ ടു 1ഓ ആവുന്ന കേസിൽ ഈ ഫംഗ്ഷൻ ഡിഫൈൻ പോലും അല്ല. അപ്പോൾ ആ കേസ് ആ രണ്ട് പോയിന്റ്സ് ആണ് ഇതിൻ്റെ സിംഗുലർ പോയിന്റ്സ് അല്ലെ ഐസൊലേറ്റഡ് സിംഗുലർ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ ആ z ഈസ് ഈക്വൽ ടു 0യും 1ഉം ഈ ക്ലോസ്ഡ് കോണ്ടൂറിനകത്താണ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ കോഷി റെസിഡ്യൂ തിയറം അനുസരിച്ച് ഇൻ്റഗ്രൽ ഓവർ c 5z മൈനസ് 2 ഡിവൈഡഡ് ബൈ z ഇൻറ്റു z മൈനസ് 1 dz എന്ന് പറയുന്നത് 2πi ഇൻറ്റു റെസിഡ്യൂ z ഈസ് ഈക്വൽ ടു 0 f ഓഫ് z. ഫസ്റ്റത്തെ റെസിഡ്യൂ. അടുത്ത സമ്മേഷൻ ഉണ്ട്, ഓർമ്മയുണ്ടാകുന്നല്ലോ ഇക്വേഷൻ. അപ്പോൾ റെസിഡ്യൂ z ഈസ് ഈക്വൽ ടു 1 f ഓഫ് z. ഓക്കെ ആണോ? അപ്പോൾ ഇതാണ് ഇക്വേഷൻ നമ്പർ 1 എന്ന് എഴുതി നിങ്ങൾ ഇട്ടോണം ബുക്കിനകത്ത്. അപ്പം ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇൻ്റഗ്രൽ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഈ റെസിഡ്യൂയും കണ്ടുപിടിക്കണം, ഈ റെസിഡ്യൂയും കണ്ടുപിടിക്കണം. ഓക്കെ ആണേ? അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ റെസിഡ്യൂ കണ്ടുപിടിക്കലാണ്. റെസിഡ്യൂ കണ്ടുപിടിക്കാൻ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ലോറൻസ് സീരീസ് ഫസ്റ്റ് പറഞ്ഞെടുക്കാം. ഞാൻ ലോറൻസ് സീരീസ് വെച്ച് ചെയ്യുന്നില്ല, അതൊക്കെ ഒരുപാട് നേരം പിടിക്കും. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പമുള്ള മെത്തേഡാണ് നമുക്ക് ആവശ്യം, എക്സാമിന് നമുക്ക് അതാണ് ആവശ്യം. അപ്പോൾ റെസിഡ്യൂ z ഈസ് ഈക്വൽ ടു 0 എഫ് ഓഫ് z എന്ന് പറയുന്നത് രണ്ടാമത്തെ മെത്തേഡ് അനുസരിച്ച് ലിമിറ്റ് z ടെൻസ് ടു 0 z മൈനസ് 0 ഇൻറ്റു എഫ് ഓഫ് z എന്ന് എഴുതാം. ഓക്കെ അല്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് z ടെൻസ് ടു 0 z മൈനസ് 0 മീൻസ് z ഇൻറ്റു എഫ് ഓഫ് z എന്തുവാ? എഫ് ഓഫ് z എന്ന് പറയുന്നത് 5z മൈനസ് 2 ഡിവൈഡഡ് ബൈ z ഇൻറ്റു z മൈനസ് 1. ഇത്ര ഓക്കെ ആണോ? ഇത്ര ഓക്കെ ആണോ? അപ്പോൾ ഈ z ക്യാൻസലായി പോയി ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 5 ഇൻറ്റു 0 മൈനസ് 2 ഡിവൈഡഡ് ബൈ 0 മൈനസ് 1 വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് 2 ബൈ 1 എന്ന് വരും, മൈനസ് 2 ഡിവൈഡ് ബൈ മൈനസ് 1 എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു 2. ഇത്ര ഓക്കെ അല്ലേ? അതായത് റെസിഡ്യൂ ലിമിറ്റ് വെച്ച് ചെയ്യുന്ന രീതി എങ്ങനെ അപ്ലൈ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു തന്നു. ഇനി രണ്ടാമത്തെ കേസ് എന്തായിരുന്നു? 0യും വേണം 1ഉം വേണം. 1 ആകുന്ന കേസിൽ ചെയ്യാം. റെസിഡ്യൂ z ഈസ് ഈക്വൽ ടു 1 എഫ് ഓഫ് z എന്ന് പറയുന്നത് ലിമിറ്റ് z ടെൻസ് ടു 1 z മൈനസ് 1 ഇൻറ്റു എഫ് ഓഫ് z വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് z ടെൻസ് ടു 1 z മൈനസ് 1 ഇൻറ്റു എഫ് ഓഫ് z എന്ന് പറയുന്നത് 5z മൈനസ് 2 ഡിവൈഡഡ് ബൈ z ഇൻറ്റു z മൈനസ് 1. z മൈനസ് 1 ക്യാൻസൽ, ബാക്കി 5 ഇൻറ്റു 1 മൈനസ് 2 ഡിവൈഡഡ് ബൈ 1 3. ഓക്കെ ആണോ? അപ്പോൾ ഒന്നാമത്തെ റെസിഡ്യൂ 2 എന്ന് കിട്ടി, രണ്ടാമത്തെ റെസിഡ്യൂ 3 എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ ആ ഇക്വേഷൻ നമ്പർ 1 എന്ന് എഴുതിയിട്ടിരുന്ന ഇക്വേഷനിനകത്തോട്ട് ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് കോശി, ഇത് ഞാൻ തുടക്കുകയാണ്, നിങ്ങൾ എഴുതിയല്ലോ. ബൈ കോശി റെസിഡ്യൂ തിയറം
കോഷി റെസിഡ്യൂ തിയറം അനുസരിച്ച് ഇൻ്റഗ്രൽ ഓവർ സി 5z മൈനസ് 2 z ഇൻറ്റു ഡിവൈഡ് ബൈ z ഇൻറ്റു z മൈനസ് 1 dz എന്ന് പറയുന്നത് 2πi ഇൻറ്റു റെസിഡ്യൂ ഓഫ് z ഈസ് ഈക്വൽ ടു, അതായത് റെസിഡ്യൂ ഓഫ് ഫസ്റ്റ് 2 പ്ലസ് റെസിഡ്യൂ ഓഫ് സെക്കൻഡ് 3, എത്ര കിട്ടി? 2 + 3 5 ഇൻറ്റു 2 10πi. ഓക്കെ ആണോ? 10πi ആണ് ആ ഇൻ്റഗ്രൽ. ആൻസർ കറക്റ്റ് ആണ്. 10πi ആണ് ടെക്സ്റ്റിലും കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇൻ്റഗ്രൽ ഓവർ സി 5z മൈനസ് 2 ഈ ഡിവൈഡഡ് ബൈ z മൈനസ് z ഇൻറ്റു z മൈനസ് 1 dz എന്ന് പറയാൻ 2πi ഇൻറ്റു 2 + 3. ഈ 2ഉം 3യും കിട്ടിയാൽ ഞാൻ പറഞ്ഞു റെസിഡ്യൂ z ഈസ് ഈക്വൽ ടു 0 f ഓഫ് z റെസിഡ്യൂ z ഈസ് ഈക്വൽ ടു 1 f ഓഫ് z ആണ്. രണ്ടും കൂടെ സം ചെയ്തു. അതിനുശേഷം ഇതിനെ കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞപ്പോൾ 10πi എന്ന് കിട്ടി. ഓക്കെ അല്ലേ? ഇത്രയും ക്ലിയർ അല്ലേ? നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഇതും മനസ്സിലായിട്ടില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. Question: evaluate the integral over C 2z square plus z divided by z square minus 1 dz. ഈ ക്വസ്റ്റ്യൻ എഴുതിയെടുക്ക്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ അത് ഡിസ്കസ് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, തന്നിരിക്കുന്ന ഫംഗ്ഷൻ എഫ് ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു 2z സ്ക്വയർ പ്ലസ് ഇസഡ് ഡിവൈഡഡ് ബൈ ഇസഡ് സ്ക്വയർ മൈനസ് 1 ആണ് ഇതിനകത്ത് ഫംഗ്ഷൻ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് റീജിയൻ നമ്മൾ എഴുതിയില്ലല്ലോ. മോഡ് ഇസഡ് മൈനസ് 1 ഈസ് ഈക്വൽ ടു 1. ഓക്കെ ആണേ? ഇതാണ് അവിടെ തന്നിരിക്കുന്ന ക്ലോസ്ഡ് കോണ്ടൂർ. അപ്പോൾ ഞാൻ പറഞ്ഞു തന്ന കാര്യം എഫ് ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു 2z സ്ക്വയർ പ്ലസ് ഇസഡ് ഡിവൈഡഡ് ബൈ ഇസഡ് സ്ക്വയർ മൈനസ് 1. അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ സിംഗുലർ പോയിൻറ്റ്സ് എന്ന് പറയുന്ന ഇസഡ് സ്ക്വയർ മൈനസ് 1 ഈസ് ഈക്വൽ ടു 0, ഇസഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 1, which implies z is equal to plus or minus 1. ഇത്ര ഓക്കെ അല്ലേ? അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ z is equal to plus or minus 1 ആണ്. ഐസൊലേറ്റഡ് സിംഗുലാർ പോയിൻറ്റ്സ് ആർ z is equal to 1 and minus 1. അപ്പോൾ ഇതിനകത്ത് ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് നോക്കാം. മോഡ് ഇസഡ് മൈനസ് 1 ഈസ് ഈക്വൽ ടു 1 എന്നാണ് നമ്മുടെ തന്നിരിക്കുന്ന ക്ലോസ്ഡ് കോണ്ടൂർ. ഇസഡ് മൈനസ് 1 ആകുമ്പോൾ ഇത് 2, ഇത് 1, ഇത് 0 ആണ്, ഇത് മൈനസ് 1 ആണ്. അപ്പോൾ ഒരു റെസിഡ്യൂ എന്ന് പറയുന്നത് -1 ആണ്. ഇതാണ് ഒരു റെസിഡ്യൂ എന്ന് പറയുന്നത്. ഇതാണ് റെസിഡ്യൂ അല്ല, സിംഗുലർ പോയിൻറ്റ്സ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് മോഡ് ഇസഡ് മൈനസ് 1, അതായത് മോഡ് ഇസഡ് മൈനസ് ഇസഡ് നോട്ട് ഈസ് ഈക്വൽ ടു ആർ എന്ന് പറയുന്ന ഒരു സർക്കിൾ ആണെങ്കിൽ ഇസഡ് നോട്ട് അതിൻ്റെ സെൻറ്ററും 6 റേഡിയസും ആണ്. അത് തമ്മിൽ കമ്പയർ ചെയ്താൽ ഇസഡ് നോട്ട് എന്ന് പറയുന്നത് ഇവിടെ 1 ആണ്, റേഡിയസ് 1 ആണ്. അങ്ങനെയുള്ള ഒരു സർക്കിൾ വരച്ചാൽ ഇങ്ങനെ കിട്ടും. ക്ലിയർ ആണേ? സർക്കിൾ ഇതുവഴിയാണ് പോകുന്നത്. അപ്പോൾ ഒരു സിംഗുലർ പോയിൻ്റ് ആ ക്ലോസ്ഡ് കോണ്ടൂറിനകത്തുണ്ട്, ഒരെണ്ണം പുറത്താണ്. അപ്പോൾ ആ അകത്തുള്ളതെന്ന് പറഞ്ഞാൽ ഇത് മാത്രം നമ്മൾ അതിൻ്റെ റെസിഡ്യൂ മാത്രം കണ്ടുപിടിച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. കോഷി റെസിഡ്യൂ തിയറത്തിൽ അപ്ലൈ ചെയ്താൽ മതി. കാരണം ഒന്ന് പുറത്തായതുകൊണ്ട് അത് അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. ഈ ക്ലോസ്ഡ് കോണ്ടൂറിൻ്റെ പുറത്തായതുകൊണ്ട് അപ്ലൈ ചെയ്യണ്ട. നമുക്ക് റെസിഡ്യൂ z ഈസ് ഈക്വൽ ടു 1 എഫ് ഓഫ് z കണ്ടുപിടിക്കാം. എങ്ങനെ? ലിമിറ്റ് z ടെൻസ് ടു 1 z മൈനസ് 1 എഫ് ഓഫ് z. ഓക്കെ ആണ്? ലിമിറ്റ് z ടെൻസ് ടു 1 z മൈനസ് 1 എഫ് ഓഫ് z എന്തുവാ? 2z സ്ക്വയർ പ്ലസ് z ഡിവൈഡഡ് ബൈ z സ്ക്വയർ മൈനസ് 1. ഓക്കെ അല്ലേ? ഇത്രയും നിങ്ങൾ മനസ്സിലായില്ലേ? അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റെസിഡ്യൂ കണ്ടുപിടിക്കുക, അതിന് ശേഷം കോഷി റെസിഡ്യൂ തിയറത്തിൽ അപ്ലൈ ചെയ്യുക. ലിമിറ്റ് z ടെൻസ് ടു 1 z മൈനസ് 1 ഇൻറ്റു 2z സ്ക്വയർ പ്ലസ് z ഡിവൈഡഡ് ബൈ z സ്ക്വയർ മൈനസ് 1 a സ്ക്വയർ മൈനസ് b സ്ക്വയർ ഫോമിലായതുകൊണ്ട് z പ്ലസ് 1 ഇൻറ്റു z മൈനസ് 1 എന്ന് എഴുതാം.
ഇതും ക്യാൻസലായി പോയി. ലിമിറ്റ് അപ്ലൈ ചെയ്താൽ 2 × 1² + 1 ഡിവൈഡഡ് ബൈ 1 + 1 വിച്ച് ഈസ് ഈക്വൽ ടു 2 × 1² 1 ആണ്. അപ്പോൾ 2 × 1 + 1 3 ഡിവൈഡഡ് ബൈ 2. ഓക്കെ ആണോ ഇത്രയും? അപ്പോൾ നമ്മുടെ കോഷി റെസിഡ്യൂ തിയറം ഒരു റെസിഡ്യൂ മാത്രമേ കാണാവുള്ളൂ. 2 റെസിഡ്യൂ കണ്ടുപിടിക്കാൻ വേണേ. കാരണം സിംഗുലർ പോയിന്റ്സ് +1 ഉണ്ട് -1 ഉണ്ട്. പക്ഷേ നമുക്ക് തന്നിരിക്കുന്ന ക്ലോസ്ഡ് കോണ്ടൂറിനകത്ത് ഒരെണ്ണം മാത്രമേ വരുന്നുള്ളൂ. പല കുട്ടികളും കാണിക്കുന്ന ഒരു തെറ്റാണ്, രണ്ടും കണ്ടുപിടിച്ച് ആ കോഷി റെസിഡ്യൂ തിയറത്തിനകത്ത് സം ചെയ്ത് 2πi കൊണ്ട് ഗുണിച്ച് വെക്കും. അതല്ല ആൻസർ. കാരണം നമ്മൾ ഈ റീജിയൺ അതിനാണ് അവർ പ്രത്യേകം എടുത്തു തരുന്നത്. ക്ലിയർ ആവുന്നുണ്ടേ? അപ്പം ഞാൻ പറഞ്ഞു വന്ന കാര്യം, ഇനി ബൈ കോഷി റെസിഡ്യൂ തിയറം ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് ഇസഡ്. നമ്മുടെ എഫ് ഓഫ് ഇസഡ് എന്തായിരുന്നു? 2z² + z ഡിവൈഡഡ് ബൈ z² - 1 dz എന്ന് പറയുന്നത് 2πi × റെസിഡ്യൂ z ഈസ് ഈക്വൽ ടു 1 എഫ് ഓഫ് ഇസഡ് ആണ്. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു 2πi × റെസിഡ്യൂ എന്താണ് ഇവിടെ കിട്ടിയത്? 3/2. അപ്പോൾ ഈ 2 കൂടെ ക്യാൻസലായി ബാക്കി എത്ര കിട്ടി? 3πi. ഇതാണോ ആൻസർ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇത് തന്നെയാണ് ആൻസർ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതേ രീതിയിലാണ് നിങ്ങൾ ചെയ്യേണ്ട. അല്ലാതെ 2 ഐസൊലേറ്റഡ് സിംഗുലർ പോയിന്റ്സ് എടുത്ത് ചെയ്യരുത്. മനസ്സിലാവുന്നുണ്ടേ? അപ്പോൾ 2 ഡിഫറൻറ്റ് ടൈപ്സ് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തത്. ഒന്നിൻ്റെ ക്ലോസ്ഡ് കോണ്ടൂർ വ്യത്യാസമുണ്ട്. മനസ്സിലായോ? ഇനി നമുക്കൊരു ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ, എസ്എ ടൈപ്പിൽ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇനി ചെയ്യാൻ പോകുന്നത്. Question: f of z is equal to, ഞാൻ ക്വസ്റ്റ്യൻ ഷോർട്ട് ആയിട്ടാണ് എഴുതുന്നത്. f of z is equal to 3z + 2 the whole square divided by z × z - 1 × 2z + 5. mod z is equal to 3 ആണ് ഇവിടുത്തെ റീജിയൻ. അതായത് mod z - 0 is equal to 3 എന്ന രീതി. mod z -0 is equal to 3 എന്ന രീതി കിടക്കുകയാണ്. അതായത് 0 സെൻറ്ററും 3 റേഡിയസും വരുന്നൊരു സർക്കിളാണ് ഇവിടുത്തത്. അപ്പോൾ നമുക്കത് വരച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. ഓക്കെ, ഏകദേശ രൂപം മാത്രമേ ഞാൻ വരയ്ക്കുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ സിംഗുലർ പോയിന്റ്സ് എന്ന് പറയുന്നത്, അല്ലെ ഐസൊലേറ്റഡ് സിംഗുലർ പോയിന്റ് എന്ന് പറയുന്നത് z is equal to 0, z is equal to 1 ആൻഡ് z is equal to -5/2. എങ്ങനെയാണ് വരുന്നത് ഞാൻ പറഞ്ഞു തന്നു. ഇതിനെ 0 ആയിട്ട് അപ്ലൈ ചെയ്യുമ്പം z 0 ആകാം, z - 1 ഒന്നേ 0 ആകും. ദാറ്റ് ഈസ് z is equal to 1 ആകാം, 2z + 5 0 ആകാം, വിച്ച് ഈസ് ഈക്വൽ ടു z is equal to -5/2 ആണ്. അപ്പോൾ ഈ 3 എണ്ണം ഇതിനകത്താണ്. z 0 വരുന്ന ഇതാണ്, z2 വരുന്ന ഇതിനകത്താണ്. ഓക്കെ അല്ലേ? z -5/2 -5/2 മീൻസ് -2.5 ഏകദേശം ഈ ഭാഗത്ത് വരും. ഓക്കെ ആണോ? എന്തായാലും -3 കഴിഞ്ഞല്ല. അപ്പോൾ ഇത്രയും ക്ലിയർ ആണ്. അപ്പോൾ ഇതെല്ലാം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കാൻ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് ഇസഡ്, ആ തന്നിരിക്കുന്ന ഫംഗ്ഷൻ dz എന്ന് പറയുന്നത് 2πi × എഫ് ഓഫ് ഇസഡ് ഇതാണ്. 2πi × റെസിഡ്യൂ z is equal to 0 എഫ് ഓഫ് ഇസഡ് പ്ലസ് റെസിഡ്യൂ z is equal to 1 എഫ് ഓഫ് ഇസഡ് പ്ലസ് 1 എഫ് ഓഫ് ഇസഡ് പ്ലസ് റെസിഡ്യൂ z is equal to -5/2 എഫ് ഓഫ് ഇസഡ്. ഇത്രയും കണ്ടുപിടിക്കണം. ഓക്കെ ആണോ? ഇത്രയും കണ്ടുപിടിച്ചാൽ ഇതിന് ഇൻ്റഗ്രലിന് തുല്യമാണ്. കാരണം ഈ റീജിയനകത്ത് ക്ലോസ്ഡ് കോണ്ടൂറിനകത്ത് ഇതെല്ലാം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്ന് വെച്ച് കണ്ടുപിടിക്കാം. റെസിഡ്യൂ z is equal to 0 എഫ് ഓഫ് z. സെക്കൻഡ് മെത്തേഡ് അനുസരിച്ച് ലിമിറ്റ് z ടെൻസ് ടു 0 z - 0 × എഫ് ഓഫ് z എന്താ? 3z + 2 the whole square divided by z × z - 1 2z + 5. ഇതും ക്യാൻസലായി പോയി. 0 അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 0 അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് -4/5 എന്ന് കിട്ടും. ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ അകത്തോട്ട് കൊടുത്ത് കാണിച്ചു തരാം. 3 × 0 + 2 the whole square divided by 0 - 1 × 2 × 0 + 5. 3 × 0 0 ആയിപ്പോയി. 0 + 2 2 ആവും. 2 സ്ക്വയർ 4 ഡിവൈഡഡ് ബൈ 0 - 1 -1. ആ മൈനസ് ആണ് ഈ പറഞ്ഞ -4. 2 × 0 0 0 + 5 5.
അപ്പോൾ -4/5 ഫസ്റ്റ് കിട്ടി. ഓക്കെ ആണോ? ഇത്രയും. സെക്കൻഡ് റെസിഡ്യൂ ഇനി കണ്ടുപിടിക്കാം. സെക്കൻഡ് റെസിഡ്യൂ ഏതാ കണ്ടുപിടിക്കേണ്ടത്? റെസിഡ്യൂ z ഈസ് ഈക്വൽ ടു 1 എഫ് ഓഫ് z എന്ന് പറയുന്നത് ലിമിറ്റ് z ടെൻസ് ടു 1 z മൈനസ് 1 ഇൻറ്റു എഫ് ഓഫ് z. സ്ഥലമില്ലാത്തതുകൊണ്ട് തുടക്കുകയാണ്, ഇതെല്ലാം എഴുതിയെടുത്തോണം. അപ്പോൾ റെസിഡ്യൂ ലിമിറ്റിനകത്ത് നമുക്ക് ഫംഗ്ഷൻ ഇട്ട് കൊടുക്കാം. നമ്മുടെ ഫംഗ്ഷൻ എഫ് ഓഫ് z എന്നാണ് ഇട്ടിരിക്കുന്നത്, അത് മാറ്റി നമ്മുടെ കറക്റ്റ് ഫംഗ്ഷൻ കൊടുക്കാം. എന്താണ് ഫംഗ്ഷൻ? 3z + 2 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ z ഇൻറ്റു z മൈനസ് 1 ഇൻറ്റു 2z + 5. z മൈനസ് 1 ക്യാൻസൽ. ബാക്കി എത്ര കിട്ടും? 3 ഇൻറ്റു 1 + 2 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 2 ഇൻറ്റു 1 + 5. ഇത്ര ഓക്കെ അല്ലേ? ബാക്കിയെല്ലാം പോയി. അതായത് ലിമിറ്റ് അകത്തോട്ട് കൊടുത്തു. സിമ്പിളായിട്ടുള്ള കാര്യമാണ്. 3 ഇൻറ്റു 1 + 2 5. 5ൻ്റെ സ്ക്വയർ 25. 25 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 1 2 2 + 5 7. 25/7. രണ്ടാമത് നമുക്ക് എന്ത് കിട്ടി? 25. ആദ്യത്തെ -4/5 കിട്ടി, രണ്ടാമത് 25/7 കിട്ടി. ഇതെല്ലാം നിങ്ങൾ കുറിച്ച് വെച്ചോണം, നമുക്ക് അവസാനം അപ്ലൈ ചെയ്യേണ്ടതാണ്. ഇനി അടുത്ത നമുക്ക് ഏതാണ് കണ്ടുപിടിക്കേണ്ടത്? റെസിഡ്യൂ z ഈസ് ഈക്വൽ ടു -5/2 എഫ് ഓഫ് z. ഓക്കെ അല്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് z ടെൻസ് ടു -5/2 z മൈനസ് -5/2 എഫ് ഓഫ് z, which is equal to limit z tends to -5/2 2z + 5 ഡിവൈഡഡ് ബൈ 2. ഓക്കെ ആണോ? അതായത് ഇതിനെ ക്രോസ് ചെയ്തു, ഈ മൈനസും കൂടെ പ്ലസ് ആയി. എഫ് ഓഫ് z എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കറിയാം. എന്താണ്? 3z + 2 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ z ഇൻറ്റു z മൈനസ് 1 ഇൻറ്റു 2z + 5. ഈ 2z + 5 ഇതും ക്യാൻസലായി പോയി. ബാക്കി എന്തുണ്ട്? ലിമിറ്റ് z ടെൻസ് ടു -5/2 1/2 ഇൻറ്റു 3z + 2 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ z ഇൻറ്റു z മൈനസ് 1. ഓക്കെ ആണോ? ഇത്രയും. ഇതിനകത്തോട്ട് -5/2 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? -5/2 കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കൊടുത്ത് സോൾവ് ചെയ്യുക. ഇതിനകത്തോട്ട് കൊടുക്കുക. അതായത് ഈ -5/2 ഇവിടെ കൊടുക്കുക. 3 ഇൻറ്റു -5/2 + 2 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ -5/2 ഇൻറ്റു -5/2 - 1. അതിനുശേഷം ഇതിനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 121 ഡിവൈഡഡ് ബൈ 70 എന്ന് കിട്ടും. ചെയ്തു നോക്കുക. കാരണം അത് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഒരുപാട് ലോങ് ആയി പോകും. അതുകൊണ്ടാണ് ചെയ്തു നോക്കുക, ചെയ്താൽ കിട്ടുന്നതായിരിക്കും. 121/70. അപ്പോൾ നമുക്ക് ഇതിനെല്ലാം കൂടെ ഇനി കോഷി റെസിഡ്യൂ തിയറം അനുസരിച്ച് ബൈ കോഷി റെസിഡ്യൂ തിയറം integral over C 3z + 2 the whole square divided by z into z minus 1 into 2z plus 5 എന്ന് പറയുന്നത് dz എന്ന് പറയുന്നത് 2πi ഇൻറ്റു നമുക്ക് ഫസ്റ്റ് കിട്ടിയ എത്രയായിരുന്നു ആൻസർ? ഫസ്റ്റ് കിട്ടിയ റെസിഡ്യൂ എത്രയായിരുന്നു? -4/5 പ്ലസ് രണ്ടാമത് കിട്ടിയത് 25/7, മൂന്നാമത് ഇപ്പോൾ കിട്ടിയത് 121 ഡിവൈഡഡ് ബൈ 70. ഓക്കെ ആണോ? ഇത്രയും കൂടെ കിട്ടും. ഇതിനെ എല്ലാം കൂടെ സോൾവ് ചെയ്യുക. കാൽക്കുലേറ്റർ ഉണ്ട്, സിമ്പിളായിട്ട്. അതായത് ഇതിനെ എല്ലാത്തിനെയും സമ്മടിക്കുക, 2πi കൊണ്ട് ഗുണിക്കുക. എത്ര കിട്ടും? 9πi എന്ന് കിട്ടും. ക്ലിയർ ആകുന്നുണ്ട്? 9πi എന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നതായിരിക്കും. ഇതാണ് അതിൻ്റെ ആൻസർ. ഇതൊരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ഇവിടെ മാത്രമേ ഉള്ളൂ സോൾവ് ചെയ്യാനാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്തത്. കാരണം അത് എക്സ്പ്ലെയിൻ ചെയ്ത് പോകാനുള്ള ഒന്നാമത്തേന്ന് വെച്ചാൽ ബോർഡ് ചെറുതാണ്, അത് കാരണം ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ചെയ്ത് നോക്കുക, സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അപ്പം നമ്മൾ റെസിഡ്യൂ എന്താണെന്ന് പറഞ്ഞ്, കോഷി റെസിഡ്യൂ തിയറം എന്താണെന്ന് പറഞ്ഞു, ഇൻ്റഗ്രൽ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞു, അതിനെ റിലേറ്റ് ചെയ്ത സിമ്പിളാണേലും 4 മാർക്ക് ചോദിക്കാൻ പറ്റിയ 2 ക്വസ്റ്റ്യൻസ് എക്സ്പ്ലെയിൻ ചെയ്തു. 15 മാർക്കിൽ പകുതി, എ പാർട്ടായിട്ട് ചോദിക്കാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യനെ നമ്മൾ പറഞ്ഞു. അതായത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പുതിയതായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടെ വീഡിയോ ഷെയർ ചെയ്യുക. താങ്ക് യു.